കുഞ്ഞിച്ചുവ മിനസാൻ പലർക്കും ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഹലോ എവരിവൺ എന്നാണ് കേട്ടോ. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിങ്ങിൻ്റെ സൈഡ് സ്റ്റോറീസിൻ്റെ എപ്പിസോഡ് 4 ആണ്. പിന്നെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ് പ്ലീസ് കഷ്ടമുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് അപ്പോൾ തന്നെ കാണാനും സാധിക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് പറയാമല്ലോ, സപ്പോർട്ട് നന്നായിട്ട് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ടാർഗറ്റ് വെക്കാം. ഒരു 1.7K ലൈക്സ്, ഒരു 1700 ലൈക്സ് നിങ്ങൾക്ക് തരാൻ സാധിക്കുമോ? നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ഒരു ട്രാക്കാണ് കാണിക്കുന്നത്. അതായത് മിഡിൽ സ്കൂളിൻ്റെ ഡിവിഷൻ പ്രിലിമിനറീസ് നടക്കുന്ന ആ ഒരു ട്രാക്ക്. അവിടെ റണ്ണേഴ്സൊക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് കേട്ടതും അവരെല്ലാവരും ഓടാൻ തുടങ്ങി. അവൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഓടിക്കൊണ്ടിരുന്നത്. അവളുടെ മുമ്പിൽ ഇനിയും 2 പേർ കൂടെ ഉണ്ടായിരുന്നു. പതുക്കെ ആ ഒരു ഗ്യാപ്പ് അവൾ ക്ലോസ് ചെയ്ത് അവരെ വെട്ടിക്കുകയും ചെയ്തു. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ചായ ആയിരുന്നു. അങ്ങനെ ആ ഒരു മത്സരത്തിൽ മിസ്സസ് ചാ ജയിച്ചിരിക്കുവാണ്. പക്ഷേ അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചെറിയൊരു മരത്തിന് താഴെ അവൾ ഇരിക്കുന്നതാണ്. അവളുടെ കാലിലെ സോക്സ് അവൾ പതുക്കെ അഴിക്കുന്നുണ്ട്. എന്നാൽ ആ സോക്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇഞ്ചറി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഈ ഒരു കാലും വെച്ചുകൊണ്ട് എനിക്ക് ആദ്യത്തെ മത്സരം ഓടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ അടുത്ത മത്സരം അതത്ര എളുപ്പമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോപ്പ് ഞാനിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി അവിടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ്. അപ്പോഴാണ് ആ ഒരു സൗണ്ട് അവൾ കേൾക്കുന്നത്. ഈ ഒരു കാലം വെച്ചുകൊണ്ടാണോ അടുത്ത മത്സരം നീ ഓടാൻ പോകുന്നത്? അവൾ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ജിനു ആയിരുന്നു അവളുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. അല്ല, ഇതാരാണ്? ഒരു ഹൈ സ്കൂളറാണോ? ഞാനൊരു കാര്യം പറയട്ടെ, ചിലപ്പോൾ നീ ഈ കാലം വെച്ചുകൊണ്ട് ഓടുമായിരിക്കും, പക്ഷേ നിനക്ക് വിജയിച്ചെന്ന് വരത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിന്റെ സമയവും പൈസയും എല്ലാം നിനക്ക് നഷ്ടപ്പെടും. പിന്നെ നീ അതിനെക്കുറിച്ച് ഓർത്ത് ഖേദിക്കും നിന്റെ ജീവിതകാലം മുഴുവൻ. സത്യം പറഞ്ഞാൽ അതെനിക്കറിയാവുന്ന ഒരാളുടെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പുള്ളിക്കാരിക്ക് അപ്പോഴാണ് ആ ഒരു സ്മെല്ല് കിട്ടുന്നത്. അവൾ പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ അവളുടെ കാല് വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ ജിനു പറയും 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് തൻ്റെ കൈ അവളുടെ കാലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അവളുടെ ഒന്ന് പേടിച്ച് ബാക്കിലേക്ക് മാറുന്നുണ്ട്. കാര്യം ഒരു പരിചയമില്ലാത്ത ഒരാളാണ് അവളുടെ അടുത്തേക്ക് വന്നത്. പക്ഷേ അപ്പോഴാണ് അവൾ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അവളുടെ വേദന പോയിട്ടുണ്ട്. അവൾ നോക്കാൻ നേരത്ത് അവളുടെ കാലിൽ ആ ഒരു വൂണ്ട് പോലും ഇല്ല. അപ്പോൾ ജിനു പറയുകയും ചെയ്യും, ഇത്തവണ ഈ ഒരു തവണ നീ റിഗാർഡ്സ് ഒന്നുമില്ലാതെ ഓടാൻ നോക്ക്. ജിനു അവിടുന്ന് പോകാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൾ പറയുന്നത് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ജിനു ചിരിച്ചോണ്ട് പറയുകയും ചെയ്യും, ഓടി നോക്കിയാലോ? എന്ത്? നീ എന്നെ ഒരു ദിവസം ഓടി തോൽപ്പിക്കുക, അപ്പോൾ ഞാൻ എല്ലാ കഥയും എല്ലാ ആൻസറും നിന്നോട് പറയാം. അല്ല, നീ ആ ഹൈസ്കൂൾ ടീമിലുള്ളല്ലേ? ഞാൻ നിൻ്റെ ഓട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. നീ ഓടുന്ന എല്ലാ മത്സരത്തിലും നീ തന്നെയാണ് ഫസ്റ്റായിട്ട് വരുന്നത്. അതൊക്കെ നിൻ്റെ ഇത്. അങ്ങനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്നെന്തായാലും പ്രിലിമിനറീസ് നടക്കുവാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ വേറൊരു ദിവസം നിന്നെ ഓടി തോൽപ്പിക്കാം. അപ്പം നീ പറയുമോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞോളാം. പിന്നെ കാണിക്കുന്നത് മറ്റൊരു സമയമാണ്. അതായത് കുറച്ചധികം സമയങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ജിനു തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും പുള്ളിക്കാരനെ കിട്ടിയിരിക്കുന്ന ആ ഒരു ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുവാണ്. മിസ്സസ് ചായായിട്ട് വീണ്ടും പുള്ളിക്കാരൻ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ കടന്നു പോകുവാണ് സമയം. പിന്നെ കാണിക്കുന്നത് ഡിസംബർ 15 ജിനു തൻ്റെ ഹോംവർക്കൊക്കെ ചെയ്യുവാണ്. പെട്ടെന്നായിരുന്നു അവനൊരു കോൾ വരുന്നത്. അന്നത്തെ രാത്രി അവൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാനൊരു സ്റ്റുഡൻ്റാണ്, പക്ഷേ എന്നിട്ടും ഈ ഒരു ഡ്രസ്സ് വളരെയധികം സിമ്പിളായി പോയില്ലെന്ന് പറയുന്ന നേരത്താണ് ഒരു ഓറഞ്ച് കോട്ട് അവൻ്റെ കണ്ണിൽ പെടുന്നത്. പെട്ടെന്ന് അവൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് അത് കോപ്പി ചെയ്ത് അവൻ ഇടുന്നുണ്ട്. അവൻ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയുണ്ട്? പെട്ടെന്ന് ടസ്ക് പറയുന്നുണ്ട്, മൈലി അത് അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ പുള്ളിക്കാരൻ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എണ്ണാൻ തുടങ്ങും 3, 2, 1. പെട്ടെന്നായിരുന്നു അവൻ തിരിഞ്ഞു നോക്കിയിട്ട് ഹേയ് പറയുന്നത്. അവളാട്ടെ ഞെട്ടിപ്പോകുന്നുണ്ട്. എനിക്ക് ചില സമയത്ത് തോന്നും നിനക്ക് പുറകിലും കണ്ണുണ്ടല്ലേ. അല്ല, നിന്റെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയില്ലേ? നീ ഇനി വല്ലതും നോക്കുന്നുണ്ടോ? വല്ല യൂണിവേഴ്സിറ്റി വല്ലതും നോക്കണം. എനിക്ക് എബ്രോഡ് പോയി കൊള്ളാമെന്നുണ്ട്. എനിക്ക് അവിടെ ഒരാളെ കാണാനുണ്ട്. കാണാനോ? ആരാണ്? വല്ല പെങ്കൊച്ചു വല്ലതാണോ? ആർക്കറിയാം. ഇത് കേൾക്കാൻ നേരത്ത് അവൾക്ക് നൈസിൽ ഒരു കുശുമ്പ് തോന്നും. എന്നിട്ട് പറയും ചെയ്യും, നിനക്ക് ആ പ്രോമിസ് ഓർമ്മയുണ്ടോ? പ്രോമിസോ? എന്ത് പ്രോമിസ്? നിന്നെ ഓടി തോപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം നീ എനിക്ക് തരുമെന്ന്. ഓ അതെനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മത്സരം വെച്ചാലോ? ആ കാണുന്ന ട്രീ കണ്ടോ? അവിടെ ആദ്യം ആരെത്തുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അതുകൊള്ളാം. നീ അത്ര ക്യൂരിയസ് ആണോ? എന്തിനെ പറ്റിയാണ് ഇത്രയും ക്യൂരിയസ് ആയിട്ടുള്ളത്? എല്ലാത്തിനും പറ്റിയും. നീ എന്തുവാണ് ആലോചിക്കണമെന്ന് എനിക്കറിയണം. നീ ആരെ കാണാൻ പോകണമെന്ന് എനിക്കറിയണം. അതിലുപരി നമ്മൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? കോമ്പറ്റീഷൻ അല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. ഇത് കേൾക്കാൻ നേരത്ത് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് സമ്മതിക്കുകയും ചെയ്യും. പെട്ടെന്ന് പുള്ളിക്കാരി തൻ്റെ കഴുത്തിലെ ആ ഒരു സ്കാർഫ് ഊരിയിട്ട് അവൻ്റെ മേത്തിട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്കെന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് അനങ്ങാൻ പാടില്ല. എന്നിട്ട് അവളോടൊന്ന് ഓടുന്നുണ്ട്. ജിനു ആട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. അവൻ്റെ ഷാഡോസൊക്കെ അവനെ കളിയാക്കുന്നുണ്ട്. ആദ്യമായി നമ്മുടെ ലീഗൊക്കെ തോറ്റെന്നും പറഞ്ഞുകൊണ്ട്. ഈ ഒരു സമയത്ത് അവൻ നമ്മുടെ പഴയ ചായനെ കാണുന്നുണ്ട്. അവൾ ഓടിച്ചെന്ന് ആ ഒരു ട്രെയിൽ തൊടുന്നുണ്ട്. എന്നിട്ട് പറയും ചെയ്യും, ഞാൻ തന്നെ ഇവിടെ ജയിച്ചു കേട്ടോ. ജിനു ഒന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഷാഡോസ്
എല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അടച്ചെന്ന് പറഞ്ഞുകൊണ്ട് പതുക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലും. അവളുടെ അടുത്ത് ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേൾഡ് ഓഫ് എറ്റേണൽ സ്ലംബറാണ്. അവിടെ നമ്മുടെ ടസ്കും കുറച്ചധികം ഷാഡോസ് നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ്. അല്ല, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവിടെ രാത്രിയും പകലൊന്നും ഇല്ലല്ലോ. പെട്ടെന്നായിരുന്നു ദൂരത്ത് നിന്ന് ബെറു എന്തോ ആയിട്ട് നടന്നു വരുന്നത്. ബെറു ചിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ടാസ്കും ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ബെറു എടുത്ത് ഒരു സാധനമായിട്ട് കാണിച്ചു കൊടുക്കും. അതൊരു കോട്ടായിരുന്നു. എങ്ങനെയുണ്ട് സാധനം എങ്ങനെയുണ്ട്? ഒയ്യോ, ഒരു രക്ഷയില്ല, ഇത് നമ്മുടെ കിങ്ങിനെ പോലെ തന്നെയാണല്ലോ. മാർഷൽ ബെറു, ഇത് ഞാൻ എങ്ങനെയാണ് താങ്കളോട് നന്ദി പറയേണ്ടത്? പിന്നെ അല്ലാതെ നിനക്ക് നമ്മുടെ കിങ്ങിനെ പോലെ ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് അത് വേണ്ടെന്ന് വെക്കുന്നത്? എന്തായാലും ഇട്ട് നോക്ക്. അങ്ങനെ അവൻ ഇടുന്നതുകൊണ്ട് ഒരു രക്ഷയില്ല. കിടിലൻ ലുക്കാണ് നമ്മുടെ ടസ്കിന് കിട്ടിയിട്ടുള്ളത്. പെട്ടെന്നാണ് ബെറു ടസ്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഓർബ് ശ്രദ്ധിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഐഡിയ പറയട്ടെ. ഈ ഒരു ഓർബ് ഏതെങ്കിലും ഒരു സ്റ്റാഫിൽ കുത്തിവെച്ചാൽ അതെങ്ങനെ ഉണ്ടാകും? ഓ, അത് നല്ല ഐഡിയ. പെട്ടെന്ന് അവരുടെ കൂടെ ഉണ്ടാകുന്ന കുറച്ച് നേരം ഷാഡോസ് പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നോക്കിയോളാം, അത് ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരാം. ഈ ലോകമാണ് എറ്റേണൽ സ്ലംബർ. ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. 10,000-കണക്കിന് സോൾജേഴ്സാണ് ഇന്നിവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നത്. പല സ്ഥലങ്ങളായിട്ട് ഇത് തിരിച്ചിട്ടുമുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാ ഷാഡോസും നമ്മുടെ കിങ്ങിൻ്റെ മൈൻഡ്, അതായത് ജിനുവിൻ്റെ മൈൻഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ജിൻവു പവർഫുൾ ആകുന്നതിനനുസരിച്ച് തന്നെ ഇവരും പവർഫുൾ ആകുകയും ചെയ്യും. അത് മാത്രമല്ല, പതുക്കെ ഈ ഷാഡോസ് എല്ലാവരും മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങി. പതുക്കെ മനുഷ്യരുടെ ഓരോ ഗുണങ്ങളും ഇവർക്ക് കിട്ടാനും തുടങ്ങി. ഇവർക്ക് ഫീലിങ്സ് മനസ്സിലാക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, പണ്ട് MD ആയിട്ടുള്ള ഇവരുടെ ഹെഡ്സ് ഒക്കെ ഇപ്പോൾ ഒന്ന് റിഫ്രഷിങ് ആകാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് പല ഷാഡോസിനെ പല ടീംസ് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബില്യൻ കുറച്ച് നേരം ടൈറ്റൻസിനെ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇഗ്രിസ് പഠിപ്പിക്കുന്നുണ്ട്, കുറേ പേര് ട്രെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അങ്ങനെ നമ്മുടെ ടസ്കിൻ്റെ ആ ഒരു ഓർബ് പുതിയൊരു സാധനത്തെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിടിലൻ ലുക്കാണ്. പുള്ളിക്കാരനും ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പെട്ടെന്നായിരുന്നു കുറച്ചധികം മേഞ്ചസ് അവിടേക്ക് വരുന്നത്. അവരെ നമ്മുടെ ലോർഡ് ബെല്ലിയാണ് പറഞ്ഞു വിട്ടിരുന്നത്. അതിൽ പുറമെ നമ്മുടെ ഈഗ്രിസും അവിടേക്ക് വരും. അങ്ങനെ ഈഗ്രിസും ടസ്കും കൂടെ പുറത്തേക്ക് നോക്കാൻ നേരത്താണ് ആ ഒരു കാഴ്ച കാണുന്നത്. അതായത് ജിൻവോ നമ്മുടെ മിസ് ചായും കൂടെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന എല്ലാവർക്കും ഹാപ്പി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഷാഡോസും അടിച്ച് പൊളിക്കാൻ തുടങ്ങി. അവർ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പറയുന്നത് ഇഗ്രിസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പുള്ളിക്കാരൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ കിങ്ങിനെ കണ്ടത് എൻ്റെ പഴയ കിങ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്പേസിൽ വെച്ചാണ്. അന്നത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത് അതിനുള്ളിലേക്ക് വരുന്ന മനുഷ്യനെ ടെസ്റ്റ് ചെയ്യാനാണ്. എൻ്റെ പഴയ കിങ്ങിന് സ്യൂട്ടബിളായുള്ള ഒരു വെസലിനെ ഞാനായിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അതായിരുന്നു പുള്ളിക്കാരൻ എനിക്ക് അവസാനമായി തന്ന ആ ഒരു ഓർഡർ. അത് ഞാൻ വളരെ നന്നായിട്ട് തന്നെ പൂർത്തീകരിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒരിക്കലും എൻ്റെ കിങ്ങിനോട് എന്തുകൊണ്ട് എന്ന് തിരക്കിയിട്ടേയില്ല. ഞാൻ ആകെപ്പാട് ചെയ്തത് പുള്ളിക്കാരൻ എനിക്ക് തന്ന ആ ഒരു ഓർഡർ അക്ഷരം തെറ്റാതെ അനുസരിച്ചു എന്നുള്ളതാണ്. എൻ്റെ പവേഴ്സൊക്കെ സീൽ ചെയ്ത് വെച്ചു. പക്ഷേ ഞാൻ അവിടെ നിന്നു. ആ വരാൻ പോകുന്ന മനുഷ്യനെ കാത്ത് അവിടെ നിന്നു. കാര്യം, അവിടേക്ക് വരാൻ നേരത്തും മാത്രമേ എനിക്ക് പുള്ളിക്കാരൻ്റെ എബിലിറ്റീസ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇഗ്രിസ് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കസേരയിൽ കയറി പുള്ളിക്കാരൻ ഇരുന്നിട്ട് പറയുന്നുണ്ട്, വാ. പക്ഷെ പെട്ടെന്നാണ് പുള്ളി ആലോചിച്ചത്, കോപ്പ്, ഇത് കുറച്ച് ഡിസ്റെസ്പെക്റ്റ് കൂടിപ്പോയല്ലോ, ഞാൻ കുറച്ച് ആരോഗ്യൻ്റ് ആയോ? എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എൻ്റെ കിങ്ങിൻ്റെ കോൺഷ്യസ് ഉള്ളതല്ലേ, അതുകൊണ്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മാറി നിൽക്കുന്നുണ്ട്. ജിനു അവിടേക്ക് വരാൻ നേരത്ത് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ നേരത്തെ പാത്ത് നിന്നത്. പതുക്കെ പുള്ളിക്കാരൻ ജിനുവിൻ്റെ ഫ്രണ്ടിലേക്ക് നടന്നു വരികയും ചെയ്യും. നിനക്ക് എൻ്റെ കിങ്ങിൻ്റെ വെസലാകാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുകയും ചെയ്യും. നീ വേർത്തിയല്ലെങ്കിൽ ഞാൻ നിന്നെ ഉറപ്പായും കൊല്ലും. അങ്ങനെ ഫൈറ്റ് തുടങ്ങി. സത്യം പറഞ്ഞ ഇഗ്രിസ്, അതായത് അവൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാര്യം, ഈ ഒരു ഹ്യൂമന് ഒട്ടും തന്നെ സ്ട്രെങ്ത് ഇല്ല. അവൻ ആകെപ്പാട് ചെയ്തത് ഇഗ്രിസിൻ്റെ അറ്റാക്സ് എല്ലാം ഡോഡ്ജ് ചെയ്യുന്നത് മാത്രമായിരുന്നു. പക്ഷേ എന്നിട്ട് കൂടി അവൻ്റെ വെപ്പൺസൊക്കെ കളഞ്ഞ് അവൻ നേർക്കുന്ന ഒരു ഹാൻഡ് കോമ്പാക്റ്റിന് വരാൻ പോയി. അത് എനിക്ക് വളരെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അവൻ്റെ ബ്രേവറി ഞാൻ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനും അങ്ങനെ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫൈറ്റ് വീണ്ടും തുടങ്ങി. പക്ഷേ എന്നിട്ടും അത് ഡിസപ്പോയിൻറ്റ് മാത്രമായിരുന്നു. അവന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. അവനെൻ്റെ കിങ്ങിൻ്റെ വെസലാകാനുള്ള വേർത്തിനെസ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. അവനെ ഞാൻ അറ്റാക്ക് ചെയ്തു. അങ്ങനെ അവനെ ഞാൻ കൊല്ലാൻ പോകുമായിരുന്നു. എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അവൻ എൻ്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്തു. അവൻ എന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ഞാൻ അവിടെ തോറ്റു. അല്ല, ഞാൻ തോറ്റോ? ഞാൻ ശരിക്കും ഇത്രയും വീക്കറായുള്ള ഒരു മനുഷ്യൻ്റെ ഫ്രണ്ടിൽ തോറ്റോ? ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. അവൻ്റെ കണ്ണുകൾ പതുക്കെ, അല്ല, നന്നായിട്ട് തന്നെ എൻ്റെ കിങ്ങിനെ റെസംബ്ലൻസ് ചെയ്യുന്നുണ്ട്. എൻ്റെ പവേഴ്സൊക്കെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ കൂടി ഞാൻ ഇവനെക്കാട്ടും സ്ട്രോങ് ആണ്. എന്നിട്ടും ഞാൻ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഞാൻ അവൻ്റെ ഷാഡോ ആയിട്ട് മാറി. ഞാൻ അവൻ്റെ സെർവൻ്റായിട്ട് മാറി. പക്ഷേ അവൻ അങ്ങനെയല്ല ഒരിക്കലും എന്നെ കണ്ടത്. അവൻ്റെ കരുണ എനിക്കിതുവരെ കിട്ടാത്ത ഒരു കാര്യമായിരുന്നു. അവൻ എൻ്റെ മാസ്റ്ററായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു, എൻ്റെ ഒരു കൊളീഗായിരുന്നു. ഞങ്ങൾ 100ഓളം ബാറ്റിൽസ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പതുക്കെ ഞാനും അവനോടുള്ള ബോണ്ട് വളരെ വർദ്ധിച്ചു.
ഞാൻ അവൻ എൻ്റെ പുതിയ കിങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ അവസാനം ആ ഒറിജിനൽ ഷാഡോ ആർമി അവൻ്റെ ഒപ്പം വന്നു. എൻ്റെ ഓൾ ടൈം ബ്രദറായിട്ടുള്ള ബിലിയനും അവിടേക്ക് വന്നു. അങ്ങനെ എല്ലാം ഒരു നല്ല റിയൂണിയൻ ആയിരുന്നു. പക്ഷേ ഇവഞ്ച്വലി ബിലിയനും അവൻ്റെ ഒരു പ്രസൻസിൽ അലിഞ്ഞു പോയെന്ന് തന്നെ പറയണം. പുള്ളിക്കാരനും ഒരു കൊച്ചു കുട്ടീനെ പോലെ പെരുമാറാൻ തുടങ്ങി. അതിനും അധികം നാൾ ആയുസുണ്ടായിരുന്നില്ല. ഞങ്ങൾ മൊണാക്സോട്ട് ഫൈറ്റ് ചെയ്തു. ജയിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കപ്പ് ഓഫ് റീഇൻകാർണേഷൻ യൂസ് ചെയ്ത് ഞങ്ങൾ ബാക്കിലേക്ക് പോയി. 30 വർഷത്തോളം നിർത്താതെ യുദ്ധം ചെയ്തു. എന്നെ അറിയാവുന്ന പലരെയും ഞാൻ കണ്ടു. അവരെന്നോട് പറയുകയും ചെയ്തു, ഇഗ്രിസ്, നീ യഥാർത്ഥ ഷാഡോ ആർമീൻ്റെ ഒരു വിങ് ആയിരുന്നു. എന്നിട്ടും നീ ഒരു മനുഷ്യൻ്റെ താഴത്താണ് ഇപ്പം നിൽക്കുന്നതെന്ന് ആലോചിച്ചോ? നീ തിരിയാൻ നോക്ക്, അവനെതിരെ നിൽക്കാൻ നോക്ക്. അവൻ മനുഷ്യനാണോ? അതൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമേലായിരുന്നു. ഞാൻ എൻ്റെ കിങ്ങിന് വേണ്ടി എൻ്റെ ജീവിതകാലം മുഴുവൻ അവന് വേണ്ടി ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞു. എനിക്കറിഞ്ഞൂടാ എന്ത് ചെയ്യണമെന്ന്. എൻ്റെ കിങ്ങിൻ്റെ തോട്ട്സും എൻ്റെ കിങ്ങിൻ്റെ ആഗ്രഹവും എല്ലാം എൻ്റേതായി മാറി. ഗ്രീഡ് വയണമൊക്കെ ഇപ്പം മനുഷ്യരായി എല്ലാം മറന്ന് അവരുടേതായ ജീവിതം ജീവിച്ചു കൂട്ടുവാണ്. പക്ഷേ ഒരിക്കലും ഞാനത് മറക്കാൻ പാടില്ല. ഞാൻ എന്നും എൻ്റെ കിങ്ങിൻ്റെ കൂടെ തന്നെ കാണണം. ഞാൻ എൻ്റെ കിങ്ങിൻ്റെ നൈറ്റാണ്, എൻ്റെ മാസ്റ്ററിൻ്റെ ഒരു സോഡാണ്. അതുകൊണ്ട് ഞാൻ എന്നും പുള്ളിക്കാരൻ്റെ ഒരു വിങ് ആയിട്ട് കൂടെ തന്നെ കാണും. മൈ ലീഗ്, ആ ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം നമ്പർ 14 അങ്ങനെയല്ല ചെയ്യേണ്ടത്. താങ്കൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ്. ഓ അയ്യോ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്തായാലും താങ്ക്സ്. പിന്നെ അല്ലാതെ എൻ്റെ കിങ്ങിനെ ആര് ഹെൽപ്പ് ചെയ്യും? ആ ബില്യൻ ആണെങ്കിൽ ആ ഒരു മൗണ്ടൻ ബോഡി മാത്രമേ ഉള്ളൂ. ആ ബെറു ആണെങ്കിൽ ഒരു ഇൻസെറ്റാണ്, അവനും ബുദ്ധിയില്ല. എൻ്റെ കിങ്ങിൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങളും ഞാൻ വേണം നോക്കാൻ. ഞാൻ നന്നായിട്ട് പഠിച്ചു. ഞാൻ എൻ്റെ കിങ്ങിനെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ല, നീയല്ലേ പറഞ്ഞത് തെറ്റാണെന്ന്? അത് നിനക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? നിനക്ക് നിൻ്റെ ജീവൻ വെച്ച് അത് പറയാൻ സാധിക്കുമോ? പെട്ടെന്ന് ഈ ഗ്രിസ് ടെൻഷൻ അടിച്ച് പുള്ളിക്കാരൻ പുസ്തകം മറിച്ച് നോക്കുന്നുണ്ട്. മൈക്കിങ്, എന്നോട് ക്ഷമിക്ക്. ഞാൻ ഇനിയും ട്രെയിൻ ചെയ്യണമല്ലേ? എന്നോട് ക്ഷമിക്ക്. ഈ ലോലി സർവീനോട് ക്ഷമിക്ക്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കിങ്ങിൻ്റെ നൈറ്റാണ്. ഞാൻ എൻ്റെ കിങ്ങിൻ്റെ സോഡാണ്. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ബാറ്റിൽ ഫീൽഡ് എൻ്റെയും ബാറ്റിൽ ഫീൽഡാണ്. ഞാൻ ഇനിയും പഠിക്കും. ഞാൻ എൻ്റെ കിങ്ങിനെ ഇനിയും സഹായിക്കും. അത് ഇവിടെയാണെങ്കിലും കൊള്ളാം, എവിടെയാണെങ്കിലും കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.